അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന ദിവസത്തിൽ പല പ്രാവശ്യം ചൊല്ലണമെന്നാണ് ഈശോയുടെ വിശുദ്ധ തെരേസ പറയുന്നത്. കൃപയുടെ സ്രോതസ്സാണതെന്ന് വിശുദ്ധ ജോസ് മരിയ എസ്ക്രിവ പറയുന്നു. വിശുദ്ധ തോമസ് അക്വിനാസിനെയും വിശുദ്ധ അൽഫോൺസ് ലിഗോറിയയും പോലുള്ള ദൈവശാസ്ത്രജ്ഞർ പറയുന്നത് അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിന് പരിമിതികളില്ല എന്നാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത് ഇങ്ങനെയാണ്: ഈശോയോടുള്ള ആത്മബന്ധം തണുത്തുറയുന്ന വേളയിൽ അതിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ ഈ പ്രാർത്ഥന സഹായകമാണ്. കെടാൻ പോകുന്ന തീയുടെ ചാരം മൂടിയ കനലുകൾ ഊതിക്കത്തിക്കുന്ന പ്രവൃത്തിയാണ് ഈ പ്രാർത്ഥന എന്നൊക്കെയാണ്. നമുക്കും ഈ പ്രാർത്ഥന ചൊല്ലാം. എൻ്റെ ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ അങ്ങ് എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് സത്യമായും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോഴെനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.